ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങളറിയാത്ത അടിപൊളി കുറച്ച് ഫീച്ചേഴ്സ് എല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന അടിപൊളിയായ കുറച്ച് ഫീച്ചേഴ്സ് എല്ലാമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ഒരുപാട് പേർക്ക് ഗൂഗിൾ ഡ്രൈവിൽ ഈ ഒരു ഫീച്ചർ എല്ലാം ഉള്ളതൊന്നും അറിയില്ല. അപ്പോൾ എന്തെല്ലാമാണ് ഈ ഒരു ഫീച്ചർ എന്നെല്ലാം നമുക്ക് നോക്കാം. ഇതിനായി ഞാനിപ്പോൾ ഇവിടെ drive.google.com എന്നതിൽ പോയിട്ടുണ്ട്. ഇത്തരത്തിൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് എല്ലാം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ന്യൂ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് എന്നതിൽ ടാപ്പ് ചെയ്താൽ ഇവിടെ ബ്ലാങ്ക് സ്പ്രെഡ്ഷീറ്റ് എന്ന് കിട്ടുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമുക്ക് എക്സൽ എല്ലാം ഓപ്പൺ ആകുന്നുണ്ട്. അതായത് നമുക്ക് എക്സൽ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് എന്നതിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് വേർഡ് എല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് പവർ പോയിൻ്റ് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ ഈ സ്ലൈഡ്സ് എന്നതിൽ പോവുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു പവർ പോയിൻ്റ് എല്ലാം ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ MS ഓഫീസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കുമെന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഫോം എന്നതാണ്. ഈ ഗൂഗിൾ ഫോം എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരുപാട് ടെംപ്ലേറ്റ്സ് എല്ലാം ലഭിക്കുന്നുണ്ട്. ടീഷർട്ട്, സൈൻ അപ്പ്, അതുപോലെ ഇവൻറ്റ് രജിസ്ട്രേഷൻ, കോൺടാക്റ്റ് ഇൻഫർമേഷൻ, പാർട്ടി ഇൻവൈറ്റ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ പാർട്ടി ഇൻവൈറ്റ് എന്നതിൽ പോയതിന് ശേഷം ഇതുപോലെ നമുക്ക് പാർട്ടി ഓർഗനൈസ് ചെയ്യുന്നതിന് അതുപോലെ ഇൻവൈറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പേര് അതുപോലെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എൻ്റർ ചെയ്ത് നമുക്കിത് സബ്മിറ്റ് ചെയ്യാനെല്ലാം സാധിക്കും. അപ്പോൾ ഇമെയിൽ അഡ്രസ്സ് എല്ലാം കൊടുത്ത് നമുക്ക് ഇത്തരത്തിൽ ഈ ഒരു ഇൻവൈറ്റ് എല്ലാം കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ റെസ്പോൺസ് എല്ലാം വരികയാണെങ്കിൽ നമുക്കത് ഇവിടെ കാണാനും സാധിക്കും. വളരെ യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണിത്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യം, മോർ എന്നതിൽ പോയതിന് ശേഷം നമുക്ക് ഇവിടെ ഗൂഗിൾ മൈ മാപ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പുതിയതായി ഒരു മാപ്പ് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ട്രിപ്പ് എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്യുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലം എല്ലാം വിസിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യാനും ഇത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഈ ഒരു കാര്യമെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആരെങ്കിലും ഇതുവരെ ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം അറിഞ്ഞിരുന്നോ? ഇപ്പോഴാണ് നിങ്ങൾ ഈ ഒരു ഫീച്ചർ എല്ലാം അറിഞ്ഞിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എല്ലാം നൽകുക. അതുപോലെ ഈ ഒരു വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇതുപോലെയുള്ള നല്ല നല്ല ടെക് ഇൻഫർമേഷൻ എല്ലാം ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്